ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു വാച്ചിന്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാച്ച് ഏതാണെങ്കിൽ സ്വാച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒമേഗയുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് മൂൺ വാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്യൂഷൻ ടൈപ്പ് ഓഫ് വാച്ച് റിലീസ് ചെയ്തിരുന്നു. മാർച്ച് 2022 ഈ വാച്ച് റിലീസ് ആയത്. ആ സമയത്ത് ഈ ആപ്പിൾ സ്റ്റോറിലൊക്കെ ഉണ്ടായ പോലെ വൻ ഒരു ജനത്തിരക്കാണ് സിംഗപ്പൂരും ഹോങ്കോങ്ങിലും അതേപോലെ നമ്മുടെ ഈ ദുബായിലൊക്കെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അതിന്റെ മെയിൻ കാരണം എന്താണെങ്കിൽ ഒമേഗയുടെ ആ ഐക്കോണിക് മോഡലായിട്ടുള്ള മൂൺ വാച്ച് തന്നെയാണ് ഇതിന്റെ കാരണം. 2 വീക്സ് മുന്നേ ഞങ്ങള് പാരീസിൽ ഒരു വിസിറ്റ് പോയിരുന്നു. അപ്പോ അവിടെയുള്ള ഫാഷന്റെ തലസ്ഥാനമായിട്ട് ഒരു അവന്യൂ ഉണ്ട്, അവന്യൂ ഡെസ് ചാംപ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ സ്വാച്ച് മെഗാ സ്റ്റോറിൽ നിന്നാണ് നമ്മളിത് വാങ്ങുന്നത്. സ്വാച്ച് ഗ്രൂപ്പിനെ പറ്റി പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയണ്ട, എന്നാലും അതിനൊരു ചെറിയ ഹിസ്റ്ററി പറയാം. കോട്സ് ക്രൈസിസ് ഉണ്ടായ സമയത്ത് അവിടുത്തെ സ്വിസ് ബാങ്കുകളും ഈ വാച്ച് ഫെഡറേഷനൊക്കെ ഒന്നിച്ചു ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് സ്വാച്ച്. അതിന്റെ പേരും വേറെ ആയിരുന്നു, അത് പിന്നെ സ്വാച്ച് ആയിട്ട് മാറിയതാണ്. അതിനെപ്പറ്റി എന്റെ ഈ കോട്സ് ക്രൈസിസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിരിക്കുന്നു വിചാരിക്കും. ഈ സ്വാച്ച് ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഒരുപാട് ഫേമസ് വാച്ചുകളുണ്ട്. അതിലത്തെ പ്രമുഖ ബ്രാൻഡുകളാണ് ബ്രിഗ്വേ, ബ്ലാങ്ക്, ഒമേഗ, പിന്നെ മലയാളികൾക്ക് നല്ല പരിചയമുള്ള റേഡോ, ഹാമിൽട്ടൺ, ടിസോ ബ്രാൻഡുകൾ ചേർന്നതാണ് ഈ സ്വാച്ച് ഗ്രൂപ്പ്. സ്വാച്ചും അവരുടെ പേരിൽ തന്നെ വാച്ചുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഒമേഗയുടെ ബ്രാൻഡുമായി ജോയിൻ ചെയ്തിട്ട് ഈ മൂൺ വാച്ച് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഇതാണ് ആ വാച്ച്. അപ്പോ മിഷൻ ടു ദ മൂൺ എന്ന് പറഞ്ഞ ഒരു സീരീസിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചേക്കണേ. ഈ വാച്ചിന്റെ ബാക്കിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സീരീസ് അവർ ഇറക്കിയാണ്. സീരീസ് മീൻസ് ഇത് ഒമേഗയുടെ മൂൺ വാച്ചിനെ ഇൻസ്പയർ ചെയ്തിട്ട് അതിന്റെ ഡിസൈൻ എലമെന്റ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ പല വെർഷൻസ് ഉണ്ട്. മിഷൻ ടു ദ സൺ, ഓൺ ദ എർത്ത്, മാർസ്, യുറാനസ്, നെപ്റ്റ്യൂൺ, ജൂപ്പിറ്റർ, മെർക്കുറി, വീനസ്, മൂൺ, സാറ്റേൺ, പ്ലൂട്ടോ, ഇങ്ങനെ 11 ഡിസൈനിലാണ് ഇത് ഇവർ ഇറക്കിയേക്കണേ. ഇത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ലക്ഷറി വാച്ച് ഒക്കെ ഭയങ്കര ഹൈ ലെവലിലുള്ള ബോക്സിലാണ് ചെയ്യുക. ഇതിപ്പോ ലക്ഷറി വാച്ച് എന്ന് പറയാൻ പറ്റില്ല, ലക്ഷറി ബ്രാൻഡുകളുടെ ഒരു എക്കണോമിക്കൽ വെർഷൻ. തുറന്ന ഇതാണ് നമ്മളുടെ വാച്ച്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ്. അതിലൊരു കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിൽ ഇതിലെ എല്ലാ കളേഴ്സും ഇവർ കാണിച്ചിട്ടുണ്ട്. സൺ, മെർക്കുറി, വീനസ്, എർത്ത്, മൂൺ, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ. ഇതിൻ്റെ അപ്പുറത്ത് ഈ പർട്ടിക്കുലർ ഞാൻ സെലക്ട് ചെയ്ത മൂണുമായി ബന്ധപ്പെട്ട കളർ ഡിസൈനാണ് ഇപ്പുറത്ത് കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു മൾട്ടി ലാംഗ്വേജ് കാറ്റലോഗ് ഉണ്ട്. പിന്നെ ഒരു ചെറിയ വാറണ്ടി കാർഡ്, 2 years ആണ് ഇതിൻ്റെ വാറണ്ടി. അപ്പോൾ ഇതാണ് ആ വാച്ച്. അപ്പോൾ ഇതാണ് വാച്ച്. ഇത് മൂൺ തീമിലുള്ള വാച്ചിന്റെ ഡിസൈനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മോഡൽ നമ്പർ SO333100 എന്നാണ്. ഇത് ഉപയോഗിച്ചിരുന്നത് ബയോ സെറാമിക് ആണ്. ഇതിന് 42 mm കേസ് ഡയമീറ്റർ ആണുള്ളത്. ഇതിന്റെ തിക്നെസ് 13.25 mm ആണ്. പിന്നെ ഇതിന്റെ സ്ട്രാപ്പ് നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു പ്രത്യേക വെൽക്രോ എന്നാണ് ഇതിനെ പറയാ. ഇത് സ്പീഡ് മാസ്റ്റർ ഒറിജിനലിനും, ഒറിജിനലിന് ഉദ്ദേശിച്ചത് അവരുടെ ഒമേഗയുടെ ഒറിജിനൽ വെർഷൻ ഓഫ് വാച്ച്, അതിനും ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ഇത് പ്രത്യേക ടൈപ്പ് സ്ട്രാപ്പാണ്, കണ്ടോ. ഇതിന്റെ ബാക്കിൽ ഇതിന്റെ ലേബിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ പിന്നില് ആ ഒരു മൂണിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിസൈൻ ആയതുകൊണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന തീമിനനുസരിച്ച് ഈ പടം മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഏത് വാച്ചിനെ പോലെയും അതിൻ്റെ ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കേസ് ഓപ്പൺ ചെയ്യേണ്ട. ഇത് പിന്നിൽ നിന്നിങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ മൂൺ അല്ലെങ്കിൽ ആ സെലസ്റ്റിയൽ ബോഡീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ഥലം, അതാണ് ബാറ്ററി, അതിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പിന്നിൽ കണ്ടോ സ്വാച്ചിന്റെ ആ നെയിം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. സ്വിസ് മെയ്ഡ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്.
പിന്നെ ഇതിന്റെ ഡിസൈൻ പാറ്റന്റഡ് ആണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന കോഡ്സിൽ 4 ജ്വൽസ് ഉണ്ട്. ഈ V8 ഇതിൽ മാർക്ക് ചെയ്തേക്കണോ, അതായത് V8 എന്നുണ്ടെങ്കിൽ അത് ഫുൾ 100% അത് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയതാണെന്നാണ് അതിന്റെ മീനിങ്. ഇതിന്റെ ലെഗ് ടു ലെഗ് ഡിസ്റ്റൻസ് 47.30 mm ആണ്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഈ വാച്ചിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവര് ഇതിന്റെ ഗ്ലാസ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ക്യാമറയിൽ കിട്ടില്ല, അത് എങ്ങനെ നോക്കിയത് ഞാൻ പല ആംഗിളിൽ നോക്കി. ഇത് നമ്മൾ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് നോക്കിയാലേ അത് കാണുള്ളൂ. പിന്നെ ഈ വാച്ച് ഒരു ക്രോണോഗ്രാഫ് ആണെന്ന് മനസ്സിലായല്ലോ. ഈ വാച്ചിൽ ഉപയോഗിച്ചിരുന്നത് ETA ഒരു കോഡ്സ് ആണ്. G10.212 എന്ന് പറഞ്ഞ കോഡ്സ് അവരുടെ പല വേറെ ബ്രാൻഡുകൾ, അതായത് ടിസോ പോലുള്ള പല ബ്രാൻഡുകളിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മെയിൻ വാച്ച് പ്രേമികളുടെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഈ കോഡ്സുകൾ അതിൽ ഉപയോഗിക്കണതായിരുന്നു. അതായത് ഒമേഗയുടെ പേരും സ്പീഡ് മാസ്റ്റർ ഒക്കെ വെച്ചിട്ട് ഒരു ലോ ഗ്രേഡ് കോഡ്സ് അതിൽ ഉപയോഗിക്കാൻ പാടില്ല. ലോ ഗ്രേഡ് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞ അവരുടെ ആ മോഡൽസിന്റെ കാറ്റഗറി വെച്ചിട്ടാണ് അവർ പറയണത്, അല്ലാതെ ഇതിലുള്ള കോഡ്സ് വളരെ ലോ ഗ്രേഡ് ആയിട്ടല്ല. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ ഒരു സൈറ്റിലും ഇവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഇതിൽ എന്ത് കോഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. അപ്പൊ പല ഓൺലൈൻ മീഡിയകളുണ്ടല്ലോ, ഇതൊക്കെ തകർത്ത് ഇത് തുറന്നു നോക്കുന്ന ആൾക്കാർ, അവർ തുറന്നു നോക്കിയിട്ടാണ് ഈ കോഡ്സ് ആണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞത്. പിന്നെ അത് പറയാൻ എനിക്കൊരു പ്രത്യേക കാരണമുണ്ട്. ഈ വാച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് ആപ്പിളിന്റെ വാച്ചൊക്കെ പോലെയാണ് ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത്. സ്വാച്ച് പൊതുവെ അങ്ങനെയാണ് ഇറക്കുന്നത്. അതായത് ഒരു 2 years വാറണ്ടിയാണ്. ആ 2 years വാറണ്ടിയിൽ എന്ത് ഇഷ്യൂ വന്നാലും അവർ പുതിയത് തരും നമുക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ 2 കൊല്ലം കഴിഞ്ഞൊരു വാച്ച് കളയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ സ്വാച്ചിൽ പോയിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനിപ്പോ 900 dirhams ആണല്ലോ വില. 2 yearsന് ശേഷം ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ അവിടെ ചെന്ന് 900 dirhamsന് വേറെ ഏതെങ്കിലും വാച്ച് വാങ്ങുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ആ ഈക്വൽ വാല്യൂവിന് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഈ വാച്ച് കൊടുത്താൽ ഇത് മാറ്റി ഇതേപോലത്തെ വേറൊരു വാച്ച് പുതിയത് തരുന്നു. അപ്പോ അതൊരു വിചിത്രമായ ഓഫറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിന്റെ ഒരു എക്സാക്ട് കാര്യം ഒന്നും കൂടി എനിക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഞാൻ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ കമന്റ്സിൽ ഇടാം എന്താണ് അപ്ഡേറ്റ് എന്ന്. ഇതില് അവർ സൂചി ഉണ്ട്, മിനിറ്റ് സൂചി ഉണ്ട്, അതുകൂടാതെ സെൻട്രലിൽ ക്രോണോഗ്രാഫ് സൂചി ഉണ്ട്. അപ്പോൾ ഇതാണ് ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ. അത് പ്രസ് ചെയ്യുമ്പോൾ ക്രോണോഗ്രാഫ് സ്റ്റാർട്ട് ആവും. താഴെ 3 സബ് ഡയൽസ് കാണാം. അതിലൊന്ന് റെഗുലർ സെക്കൻഡ്സ് ആണ് കാണിക്കുന്നത്. ഇത് അവറും ഇത് സെക്കൻഡ്സിന്റെ റീഡിങ്ങും കാണിക്കുന്നുണ്ട്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു, ഇത് പ്രസ് ചെയ്താൽ റീസെറ്റ് ആകുന്നു ക്രോണോഗ്രാഫ് ഫംഗ്ഷൻ. ഇനി നമുക്കിതൊന്ന് കെട്ടി നോക്കാം. ഇപ്പൊ ഞാൻ ഈ അയച്ചു വയ്ക്കുന്നത് ഇവരുടെ ഗ്രൂപ്പിലെ ഒരു മുതിർന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഉണ്ടാവും ഇത് കെട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ ഒമേഗയുടെ ടാഗ് അവർ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഒമേഗ ഉണ്ട്, സ്വാച്ച് ഉണ്ട്, സ്പീഡ് മാസ്റ്റർ ഉണ്ട്, മൂൺ വാച്ച് ഉണ്ട്. ഈ സൈഡിൽ സ്വാച്ച് ഉണ്ട്. ഇത് കെട്ടി വരുമ്പോൾ ഇവിടെ പുറത്ത് ഇങ്ങനെ സ്പീഡ് മാസ്റ്റർ എന്ന് വരും. ഈ വാച്ചിന്റെ കവറിൽ എന്താ എഴുതിയേക്കണേം ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാച്ചിനെ പറ്റിയൊന്നല്ല എഴുതിയേക്കണേ, ആ മിഷൻ ടു ദ മൂണിനെ പറ്റിയാണ് ഇവർ എഴുതിയത്. കുറച്ച് ഭാഗത്ത് ബയോസെറാമിക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് അവിടുത്തെ ടെമ്പറേച്ചറിന്റെ കാര്യങ്ങളും, പിന്നെ അവിടേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ എത്താവുന്ന സമയം, അങ്ങനത്തെ മൂണിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ വാച്ചിന്റെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ ഒരു വാച്ച് നമ്മൾ കയ്യിൽ കെട്ടിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നില്ല. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബയോസെറാമിക് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഡക്റ്റ് സ്വാച്ച് ഡെവലപ്പ് ചെയ്തതാണ്. അതായത് ഈ മെറ്റീരിയലിന്റെ 2/3 ഒറിജിനൽ സെറാമിക് പ്രോഡക്ട്സും 1/3 ബയോ പ്രോഡക്ട്സ്, അതായത് കാസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രത്യേക മെറ്റീരിയലിന്റെ കോമ്പോസിഷനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ലൈറ്റ് വെയിറ്റ്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണെന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് അല്ല. ബിക്കോസ് ഒരു പ്ലാസ്റ്റിക് വാച്ച് ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ, ഇത്രയ്ക്കും ഒരു ബ്രാൻഡഡ് സാധനത്തിന്റെ പേരൊക്കെ അതിന്റെ ഉള്ളിൽ എഴുതിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പ്രത്യേകമായിട്ടുള്ള മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ മെറ്റീരിയലിന്റെ കോമ്പോസിഷൻ അനുസരിച്ച് അവർ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ് യൂസ് ചെയ്യാൻ. പിന്നെ അതുകൂടാതെ ഈ മെറ്റീരിയലിൽ ഇവർക്ക് പല കളറുകൾ കൊടുക്കാൻ പറ്റും. അതാണ് ഈ ബയോസെറാമിക്കിന്റെ പ്രത്യേകത. ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റന്റ് 3 bar ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ സ്വാച്ചിന്റെ മെഗാ സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് വീഡിയോസ് ആണ്. ജസ്റ്റ് ഫോർ എന്തൂസിയാസം ആണ് ഇത് ആഡ് ചെയ്യുന്നത്.
അതായത് നമ്മൾ അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ഒരു യാത്രയുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഈ വാച്ച് വാങ്ങുന്നത്. ഈ വാച്ചിന്റെ ഷോറൂമിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് ഇപ്പൊ കാണുന്നത്. ഈ ഒരു ഷോറൂം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വാച്ചുകൾ വലിച്ചു വാരിയിട്ടേക്കുക എന്ന് പറയാം. നല്ല റെഗുലർ അറേഞ്ച് സ്റ്റൈലിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഈ വാച്ചുകൾ വാങ്ങുന്നുണ്ട്. സ്വാച്ച് ഇങ്ങനെ ഒരു 3 വാച്ച് ഇറക്കണോ എന്ന് പറഞ്ഞപ്പോ തന്നെ അതിൽ 2 പക്ഷക്കാരുണ്ടായി. ഒന്നാമത്തത് ഒമേഗ ലവേഴ്സ് ആണ്. ഈ വാച്ച് ഇറങ്ങുന്നത് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഒരു ചെറിയ എമൗണ്ട് ആയ $260 പ്രൈസ് റേഞ്ചിലാണ് ഇറങ്ങുന്നത്. അപ്പൊ ഒമേഗ പ്രേമികളൊക്കെ ഇതിനെതിരായിരുന്നു. എന്താ കാരണം വെച്ചാൽ ഇത്രയും ചെറിയ ഒരു ഇതിറങ്ങിയ അവരുടെ വാച്ചിന്റെ വാല്യൂ പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പുറത്ത് വേറൊരു ടീമിന് വളരെ സന്തോഷമായിരുന്നു. എക്കണോമിക് പ്രൈസിൽ ഒമേഗയുടെ ടാഗിലുള്ള ഒരു വാച്ച് കിട്ടണമെന്ന്. വേറൊരു ആൾക്കാരെന്താ പറയണെങ്കിൽ ഇതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണെന്നാ. അതെന്താ അതിനൊരു റിസൾട്ടും ഇവർ കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനൊരു വാച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് 6 മന്തില് വാച്ചിന്റെ സെയിൽസ് 50% കൂടി എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഒരു ചെറിയ സാധനം ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് അത് വലിയ സാധനം വാങ്ങിപ്പിക്കുക എന്നറിയില്ലേ, അതേപോലെ ഈ സ്പീഡ് മാസ്റ്റർന്നും മൂൺ വാച്ച് എന്നും ഒമേഗ എന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ $260 ഒരു വാച്ച് റിലീസ് ചെയ്യാണ്. $260 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ദുബായിലെ റേറ്റ് പറയുകയാണെങ്കിൽ 940 ദിർഹംസ് ആണ്. ആ വാച്ച് പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. ഇവിടെ എല്ലാവരും പോയി അത് വാങ്ങും. അപ്പോഴാണ് അവർക്ക് അറിയുക ഇതിന്റെ ഒരു ഒറിജിനൽ ഉണ്ടെന്ന്. പിന്നെ ആൾക്കാർ അതിനെ പറ്റി അന്വേഷിച്ചു പോയി ആ വാച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം അത് വാങ്ങാൻ കെൽപ്പുള്ള ആൾക്കാരൊക്കെ അത് വാങ്ങാൻ ശ്രമിക്കും. അതാണ് വേറൊരു മാർക്കറ്റിംഗ് തന്ത്രം. അപ്പൊ ഈ വീഡിയോ ഞാൻ വല്ലാണ്ട് വലിച്ചു നീട്ടുന്നില്ല. ഒരു 2 പോയിന്റ് കൂടിയും പറയാം. അതിന്റെ പ്രൈസ് ആണ്. ഇത് UAE-യിലത്തെ ഇതിന്റെ പ്രൈസ് 940 ദിർഹംസ് ആണ്. അതൊരു ഫിക്സഡ് പ്രൈസ് ആണ്. ഇന്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ $260-270 ആണ് ഇതിന്റെ പ്രൈസ്. പിന്നെ ഈ വാച്ച് ഒരു സ്പെഷ്യൽ വാച്ച് ആണെന്ന് പറഞ്ഞല്ലോ, ഈ മൂൺ വാച്ച് ഓഫ് ഒമേഗ. അതിന്റെ ഡിസൈൻ ആസ്പെക്ട്സ് എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയും ഇതിന് വെച്ചിട്ടുണ്ട്. എല്ലാ സ്വാച്ച് വാച്ചിന്റെ ഷോറൂമുകളിലും ഈ വാച്ച് അവൈലബിൾ അല്ല. സെലക്ടഡ് ആയിട്ടുള്ള ചില ഷോറൂമുകളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മോൾ ഓഫ് എമിറേറ്റ്സിൽ അവൈലബിൾ ആണ്. അതേപോലെ ഓരോ കൺട്രീസിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഷോറൂമിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. പിന്നെ ഈ വാച്ചിനെ പറ്റി എന്റെ ഒരു അഭിപ്രായം പറയാം. ഇത് എന്ത് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പല കണ്ടീഷൻസ് ഉണ്ട്, അതായത് എപ്പോഴെങ്കിലും കേടായ. ഇതിന്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയ കാര്യം പറയട്ടെ. അതായത് ഈ മൂൺ വാച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പടത്തിൽ കാണിക്കുന്നതാണ് ഒറിജിനൽ സ്പീഡ് മാസ്റ്ററിന്റെ മൂൺ വാച്ച്. ലോകത്തിലുള്ള എല്ലാ വാച്ച് പ്രേമിക്കും ഈ വാച്ച് ഇഷ്ടമാണ്. പലർക്കും ഇത് വാങ്ങാൻ ഉള്ള അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത്. അതായത് ഇതിന്റെ പ്രൈസ് 26,000 ദിർഹംസിന് മുകളിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് അങ്ങോട്ട് ഫ്ലക്ച്വേറ്റ് ആയിട്ടുകൊണ്ടിരിക്കും. അപ്പോ അത് വാങ്ങാൻ പറ്റാത്ത പലരും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഓടിച്ചെല്ല് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് വാങ്ങിച്ചു കെട്ട്, അല്ലെങ്കിൽ ഒരു കോപ്പി വാച്ച് വാങ്ങിച്ചു കെട്ട്. അതിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. എന്താ കാരണം വെച്ചാൽ ഇത് കോഡ്സ് ആണെന്നുള്ളൂ, ഒറിജിനൽ ഒമേഗയുടെ കോഡ്സ് അല്ല. എങ്കിൽ പോലും അവരുടെ കമ്പനി തന്നെ ഇറക്കുന്ന ഒരു ഒറിജിനൽ വാച്ച് കെട്ടാം. അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് വാങ്ങിച്ചു കെട്ടി ആൾക്കാർ കാണുമ്പോൾ മറച്ചു പിടിക്കേണ്ട സ്ഥിതി അങ്ങനെയൊന്നും. അതായത് വാച്ച് അറിയുന്ന ഒരാളുടെ മുന്നേ പോകുമ്പോ എന്തായാലും ഇയാൾക്കൊരു ജാള്യത തോന്നും. എന്താ വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് കെട്ടിയാണ്. ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറൊരു വാച്ചിന്റെ വിശേഷമോ അല്ലെങ്കിൽ ഒരു വാച്ച് കഥയുമായി വരുന്നവരെ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമന്റ്സ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.